ആ വീഡിയോസ് മൊത്തം അയച്ചു കൊടുത്തു. എന്റെ മുമ്പ് ഞാൻ കുറച്ച് പ്രൈവറ്റ് ആക്കിയ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു, അത് അയച്ചു കൊടുത്തു. അതൊക്കെ കണ്ട് ഫുള്ള് കണ്ടിരുന്നിട്ട് എല്ലാ കമന്റ്സ് ഒക്കെ ഇരുന്ന് വായിക്കുക. ഒക്കെ ഓക്കെ ആണെങ്കിൽ വായോന്ന് പുള്ളിക്കാർക്ക് പേടി. ഞാൻ ഇങ്ങനെ കൂളായിട്ടിരിക്കും കേട്ടോ. അപ്പൊ പുള്ളിക്കാര് അത് ഞാൻ ഒരു യൂട്യൂബറാണ്, ഓക്കെ, വൺ കോൺട്രോവേഴ്സിയാണ്, ഓക്കെ, ഇതൊക്കെയാണ് എന്റെ ടോപ്പിക്. അറിയാം, അല്ല ഇവനെയും കൂടി അത് എഫക്ട് ചെയ്യും. വേറെ ഒന്നും ഉണ്ടല്ല. പിന്നെ അടുത്ത് എന്നെ വിട്ടിട്ട് ഇവനാവും ടാർഗറ്റ് ഫുള്ള്. ഒന്നും അറിയാത്ത എന്നോട് വന്ന ഉടനെ പറഞ്ഞത് ഞാനൊരു ആന്റി സോഷ്യലാന്നാണ് ഇവൻ പുള്ളി പറഞ്ഞത്. ഞാൻ നോക്കുമ്പോ 300 ഫോളോവേഴ്സ് പ്രൈവറ്റ് ആക്കി വെച്ചേക്ക്, ഒന്നുമില്ല അക്കൗണ്ടിൽ, കാര്യമായിട്ടൊന്നുമില്ല. കുറെ നായക്കുട്ടികളെ ഫോട്ടോ ഉണ്ട്, ബൈക്കിന്റെ റോക്കി മോൻ നായക്കുട്ടി ഇതുണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഇതുമില്ല. 300 ഫോളോവേഴ്സിനെ സൃഷ്ടി വെച്ചേക്കായിരുന്നു. അല്ല അതൊക്കെ എനിക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് മാത്രം. എനിക്ക് കാരണം സൗദിയില്, നാട്ടില്, ബാംഗ്ലൂര്, പിന്നെ ബാക്കിയുള്ള എല്ലായിടത്തും ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഒന്ന് ആക്സെപ്റ്റ് ചെയ്യോ, പ്രൊഫൈൽ ഒന്ന് കാണാൻ. എന്നെ ആക്സെപ്റ്റ് ചെയ്തു. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ റിക്വസ്റ്റിൽ എന്നെ കിടക്ക ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ആയിട്ട് എന്റെ അടുത്ത് ഇങ്ങോട്ട് ഒന്ന് ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ്, ഞാൻ ഓക്കെ ഫൈൻ അങ്ങനെ ഓക്കെ. അപ്പൊ ഞാൻ ഇതൊക്കെ കണ്ടിട്ട് പോയോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അംജുക്ക് എല്ലാം ഇരുന്ന് കണ്ടത് എനിക്ക് മനസ്സിലായി. അംജുക്ക് ഓരോ വീഡിയോത്തെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലായി. എനിക്ക് പിന്നെ അംജുക്കാനായിട്ട് സംസാരിച്ചപ്പോ അവൻ ഭയങ്കര തോട്ട് പ്രോസസ് അവന്റെ അടിപൊളിയാണ്. അവൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതും എനിക്ക് പറ്റിയ ഒരാളാന്ന് തോന്നി. അവൻ ഓക്കെ ആന്റി സോഷ്യലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, പക്ഷെ ഇപ്പൊ ആന്റി സോഷ്യൽ അല്ല. കാരണം ഇപ്പൊ പബ്ലിക് പബ്ലിക് ഞാൻ ആക്കിപ്പിച്ചു. ഞാൻ പിന്നെ UK വെരിഫൈ ചെയ്യിപ്പിക്കാൻ പറ്റും. അവിടെ മറ്റേ പുതിയ ഫീച്ചർ വന്നല്ലോ, അത് ഞാൻ അംജിക്ക പ്ലീസ് അംജിക്ക വെരിഫൈ. അപ്പൊ എനിക്ക് വെരിഫിക്കേഷൻ കിട്ടി. എനിക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, എന്താ കാര്യം അറിയില്ല എനിക്കപ്പോ. ഞാൻ അംജിക്ക നീ എങ്കിലും എന്റെ ആഗ്രഹം സാധിപ്പിച്ചു ഒന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അംജു ഞാൻ എന്തിന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അവൻ കറക്കും. ഇപ്പൊ ഇനി വന്നേ പറ്റൂ അംജിക്ക. അല്ല പിന്നെ അവര് ആന്റി സോഷ്യൽ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ അവന് എനിക്ക് മനസ്സിലായി അംജു എന്ന് പറയുന്നത് അവൻ നല്ല എന്താ പറയാ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇതാണ്. പിന്നെ നല്ല ഒരു ചിന്തിക്കാനും കഴിവും ഉണ്ട്, ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇവള് പ്രൈവറ്റ് ആക്കിയ വീഡിയോസ് ഇടയ്ക്ക് അയച്ചു തന്നെന്ന് പറഞ്ഞില്ലേ? ഈ വീഡിയോ പ്രൈവറ്റ് ആക്കാനുള്ള കുറെ കാരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, വീഡിയോ കണ്ടപ്പോ മനസ്സിലായി കാണുമല്ലോ. ബിക്കോസ് നമ്മൾ വളരെ ബോൾഡ് ആയിട്ട് സംസാരിക്കുന്നു, ആളുകൾ ഭയങ്കരമായിട്ട് എതിർക്കുന്നു, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എന്തായിരുന്നു മൈൻഡിലൂടെ പോയത്? ഒന്നുമില്ല, സത്യം പറഞ്ഞ ഞാൻ യൂട്യൂബ് തുറക്കുന്ന തന്നെ എന്തെങ്കിലും ന്യൂസ് കാണാനോ അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ, ഈ രണ്ട് കാര്യത്തിനാ. അല്ലാതെ സമയമില്ല. അവിടെ ജോലിക്ക് പോവാ, ഇതുവരെ റിലാക്സ് ചെയ്യാ, കിടക്കുക. പിന്നെ ഇതൊക്കെ കണ്ടപ്പോ ലൈക്ക് ഓക്കെ, നല്ലൊരു ഇൻഫോർമേഷൻ ആണ്, നല്ലൊരു നോളജ് ആൾക്കാർക്ക് കൊടുക്കുന്നു. ആൻഡ് അതൊക്കെ കണ്ടപ്പോ ലൈക്ക് ഐ ഗോട്ട് മോർ ഇൻട്രസ്റ്റഡ്. ലൈക്ക് ഷീസ് എ ബിറ്റ് മോർ ബോൾഡ് ദാൻ ഐ എവർ തോട്ട്. അങ്ങനെ ഓക്കെ, ഇപ്പൊ ഓക്കെ നമുക്ക് പറ്റിയൊരു സ്ട്രോങ് ആളാണ്, ലൈക്ക് നമ്മുടെ വൈബാണ്.